നമ്മുടെ ഇന്നത്തെ വീഡിയോ ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ. നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ ഗ്രോത്ത് ജെല്ലാണ് ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു ഹെയർ ജെല്ല് നമുക്ക് തയ്യാറാക്കി ഒരു 2 ആഴ്ചത്തോളൊക്കെ എടുത്തു വെച്ച് ഉപയോഗിക്കാൻ പറ്റിയതാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് മുടി കൊഴിച്ചിലിന്റെ പ്രശ്നമുണ്ട്, താരന്റെ പ്രശ്നമുണ്ട്, സ്പ്ലിറ്റ് എൻഡ്സിന്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഹെയർ ജെല്ല് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും കേട്ടോ. ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഈ ഒരു ഹെയർ ഗ്രോത്ത് ജെല്ല് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. പിന്നെ ഹെയർ കട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ ചലഞ്ച് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ അധികം വീഡിയോ ഇട്ടിട്ടില്ല, കുറച്ച് തിരക്കായതുകൊണ്ടാണ്. അപ്പോൾ ഹെയർ കട്ട് ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ എനിക്ക് വലിയ ഇഷ്ടമായില്ല കേട്ടോ. ഇങ്ങനെ ലെയർ അല്ല, ഇങ്ങനെ മുറിഞ്ഞ് കിടക്കുന്ന കാരണം മുടി ഒരുപാട് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. അപ്പോൾ എനിക്കത് ഒട്ടും പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ മുടി കുറച്ചും കൂടി ലെങ്ത്ത് വെച്ചിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. എനിക്കപ്പോൾ ഈ ഹെയർ കട്ട് ഒട്ടും എനിക്ക് സ്യൂട്ട് ആവുന്ന പോലെ ഒരു ഭംഗിയുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പം നമ്മൾ ഇനിയിപ്പോൾ കുറേ ദിവസമായാലും വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇനി കറക്റ്റായിട്ട് അങ്ങോട്ടേക്ക് വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ഹെയർ ഗ്രോത്ത് ജെൽ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു വെക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വേഗം പോയിട്ട് ഹെയർ ഗ്രോത്ത് ജെൽ തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ജെല്ല് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഉലുവയാണ് കേട്ടോ. അപ്പോൾ ഉലുവ ഞാനിവിടെ 2 സ്പൂൺ അളവിൽ എടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്ത ഉലുവയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഒരുപാട് നൈസായിട്ട് പൊടിയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ള ഉലുവയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ 2 സ്പൂൺ അളവിൽ ഉലുവ എടുക്കാം. അതിലേക്ക് കരിഞ്ജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1 സ്പൂൺ അളവിൽ കരിഞ്ജീരകം ചേർക്കുന്നുണ്ട്. കരിഞ്ജീരകം ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്ത കരിഞ്ജീരകം എടുത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് ഫ്ലാക്സ് സീഡ് ആണ് കേട്ടോ. ഫ്ലാക്സ് സീഡ് പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. 1 സ്പൂൺ അളവിൽ ഫ്ലാക്സ് സീഡും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു നൈറ്റ് നമുക്ക് ഇതിങ്ങനെ കുതിർത്ത് വെക്കണം. അപ്പോൾ അതിനാവശ്യത്തിനുള്ള ഇത് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു നൈറ്റ് ഇതുപോലെ തന്നെ വെക്കാം. ഞാൻ ഈ കാണിച്ചിരിക്കുന്ന അളവെല്ലാം ഒറ്റ യൂസിനുള്ളതാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് തയ്യാറാക്കി എടുത്ത് വെച്ച് ഉപയോഗിക്കാനാണെങ്കിൽ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് നിങ്ങൾ കൂടുതലായിട്ട് എടുക്കണം, വെള്ളം അതിനനുസരിച്ച് കൂടുതലായിട്ട് എടുക്കണം. അപ്പോൾ ഒരു നൈറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ, നമുക്ക് അടുത്ത ദിവസം എടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഇന്നലെ കുതിർക്കാനിട്ടതൊക്കെ നല്ല സെറ്റായിട്ട് നല്ല കുതിർന്നിരിക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ജെല്ല് ഫോമിൽ കട്ടയായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് അരച്ചെടുക്കേണ്ട ആവശ്യം അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നമ്മളിത് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് തിക്കായിട്ടുള്ള ഹെവി ആയിട്ടുള്ള ഒരു പാക്കാണ് കിട്ടുക. നമുക്ക് ജെല്ലായിട്ട് കിട്ടില്ല. അപ്പോൾ നമുക്ക് ജെല്ലായിട്ട് കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഞെക്കി പിഴിഞ്ഞെടുത്താൽ മതി കേട്ടോ. ഞെക്കി പിഴിഞ്ഞെടുക്കാന്ന് വെച്ചാൽ നമ്മൾ ചേർത്തുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഞെക്കി പിഴിഞ്ഞെടുക്കാതെ നമ്മൾ അരിച്ചെടുത്താലും കിട്ടും. പക്ഷെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് കൈ ഉപയോഗിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു തുണി ഉപയോഗിച്ചിട്ട് തന്നെ അരിച്ചെടുക്കണം. അരിപ്പയിൽ അരിച്ചാൽ നമുക്ക് ആ കറക്റ്റായിട്ട് ആ ഒരു ജെല്ല് ഫോം കിട്ടില്ല. അപ്പോൾ ഒരു തുണി ഉപയോഗിച്ചിട്ട് അരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഞെക്കി പിഴിഞ്ഞ് അതിൻ്റെ ആ ഒരു ജെല്ല് കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഒരു തുണി ഉപയോഗിച്ചിട്ട് തന്നെ അരിച്ചെടുക്കുക. നമ്മളെ പാക്കുകളൊക്കെ ചിലവർക്കൊക്കെ അരിക്കാൻ മടിയുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങൾ അരിക്കാതെ ഒരിക്കലും ഉപയോഗിക്കരുത് കേട്ടോ. അരിക്കാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പിൽ ഇച്ചിങ്ങിൻ്റെ പ്രശ്നവും താരൻ്റെ പ്രശ്നമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് അരിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് അരിച്ചെടുത്ത് കഴിയുമ്പോൾ നല്ലൊരു ജെല്ല് ഫോമിൽ കിട്ടും കേട്ടോ. സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ കട്ട പോലെ ഇരിക്കും. ഉലുവയൊക്കെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ കട്ടയായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ കട്ടയൊന്ന് നന്നായിട്ട് സ്പൂൺ കൊണ്ട് ഉടച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. ഇനി അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കാസ്റ്റർ ഓയിലാണ്. അപ്പോൾ ഒരു ചെറിയ സ്പൂൺ നിറച്ചും കാസ്റ്റർ ഓയിൽ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാസ്റ്റർ ഓയിൽ നമുക്ക് ഹെയർ ഗ്രോത്തിന് ഏറ്റവും നല്ലതാണ്. അപ്പോൾ നിങ്ങളുടെ മുടിക്ക് സ്യൂട്ട് ആവുമെങ്കിൽ കാസ്റ്റർ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇനി കാസ്റ്റർ ഓയിൽ നിങ്ങളുടെ മുടിക്ക് ചേരാത്ത എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് പകരമായിട്ട് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ചേർത്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. കൂടുതലായിട്ട് നിങ്ങൾ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടുതലായിട്ട് കാസ്റ്റർ ഓയിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒറ്റ യൂസിനുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇതാ കാസ്റ്റർ ഓയിലും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹെയർ ഗ്രോത്ത് ജെല്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് സ്കാൽപ്പിലും മുടിയിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കാം. അപ്പോൾ മുടിയിലേക്ക് ജെല്ല് തേക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ മുടിയിൽ ഓയിലൊന്നും തേക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ എൻ്റെ മുടി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇപ്പോൾ ജെല്ലിൽ പിന്നെ കാസ്റ്റർ ഓയിൽ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ മുടിയിലേക്ക് ഓയിൽ തേക്കുന്നില്ല. ഇനി കാസ്റ്റർ ഓയിൽ അല്ല വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ് നിങ്ങൾ ചേർത്തിട്ടുള്ളതെങ്കിൽ കുറഞ്ഞ അളവിൽ ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ കുറഞ്ഞ അളവിൽ മുടിയിൽ ഓയിൽ തേച്ചിട്ട് ജെല്ല് തേക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടി നല്ലത്. പിന്നെ നമ്മൾ എല്ലാ പാക്കും തേക്കുന്ന പോലെ തന്നെ സ്കാൽപ്പിൽ നന്നായിട്ട് ജെല്ല് തേച്ച് കൊടുക്കുക കേട്ടോ. എല്ലായിടത്തും ആവുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ജെല്ല് തേച്ച് കൊടുക്കുക. ബാക്കിയുള്ളത് മുടിയിൽ തേച്ചാൽ മതി. മുടിയിൽ തേക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. മുടിയുടെ ടെക്സ്ചറൊക്കെ ഒന്ന് മാറണമെന്നുണ്ടെങ്കിൽ മുടിയിൽ തേച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ മുടി കൊഴിച്ചിൽ താരൻ്റെ പ്രശ്നമാണ്, മുടി വളരാൻ അങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ സ്കാൽപ്പിൽ എല്ലായിടത്തും നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക. ഇപ്പോൾ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തേച്ചിട്ട് ഒരു 15 മിനിറ്റ് നേരം വെച്ചിട്ട് കഴുകുമ്പോഴാണ് കേട്ടോ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുക. കഴുകുന്ന സമയത്ത് നിങ്ങൾ താളിയോ ഷാമ്പോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വെറുതെ വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്താൽ മതി കേട്ടോ. പാക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മുടിയിൽ നിന്ന് പോകണം. അതിനനുസരിച്ച് കൂടുതലായിട്ട് വെള്ളം എടുത്ത് നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകിയാൽ മതി. അപ്പോൾ നമ്മുടെ ഈ ഒരു ഹെയർ ഗ്രോത്ത് ജെല്ല് നിങ്ങൾക്ക് ആഴ്ചയിൽ 1-2 തവണയൊക്കെ ചെയ്യാട്ടോ. ഇപ്പോൾ റുട്ടീനൊക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അതിനകത്തൊക്കെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പറ്റുന്നവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ വ്യക്തമാവാത്ത കാര്യമുണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിച്ചാൽ മതി. എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.